ഇത് ഓണത്തിൻ്റെ തലേ ദിവസം രാത്രി നമ്മളെല്ലാവരും കൂടെ പൂ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കൊരു ക്ഷേത്രമുണ്ട്, കുടുംബക്ഷേത്രം. അമ്പലത്തിലോട്ടും നമ്മുടെ വീട്ടിലോട്ടും വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് പൂ നന്നാക്കുകയാണ്. അമ്പലത്തിൽ എല്ലാ കൊല്ലവും ഓണത്തിന് നമ്മൾ അത്യാവശ്യം വലിയ പൂക്കളം തന്നെ ഇടാറുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ കൂടിയിരുന്ന് നന്നാക്കിയാൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടിപ്പട്ടാളങ്ങളും പിന്നെ നമ്മുടെ ശശിവല്യച്ഛനും കൂടിയിട്ടാണ് നമ്മൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിലെ പൂക്കളം കണ്ടോ നിങ്ങൾ? നല്ല വലിയ പൂക്കളാണ്, നല്ല ഭംഗിയായിട്ട് അത് അവരിട്ടിട്ടുമുണ്ട്. ഇതിൽ കാണുന്നതിലും നല്ല വലുപ്പത്തിലാട്ടോ നമ്മൾ പൂക്കളം ഇട്ടേക്കണേ. രാവിലെ നേരത്തെ തന്നെ പോയിട്ട് എല്ലാവരും അമ്പലത്തിൽ പൂക്കളം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ ആയപ്പം ഞാൻ 5:20 ആയപ്പോൾ പൂക്കളിടാൻ തുടങ്ങിയതാണ്. 6 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് അവസാനിച്ചത്. ഉണ്ണി എണീക്കുന്നതിന് മുന്നേ ഇട്ട് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ കുളിക്കാതെയാണ് ഞാൻ പൂക്കളം ഇട്ടത്. അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് അറിയാം, എന്നാലും എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ അങ്ങനെയാണ് പൂക്കളിടുന്നത്. അമ്മും ശ്രേയൊക്കെ അമ്പലത്തിലോട്ട് പോയി. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ ഫൈനൽ സ്റ്റേജിലോട്ടായി തുടങ്ങിയിട്ടുണ്ട്. പൂക്കളൊക്കെ ഇട്ട് തീരാനായി, ഇനി കുറച്ചും കൂടി ഉള്ളൂ. അതിനിടയിൽ ഉണ്ണി എണീക്കുകയൊക്കെ ചെയ്തു. അവളൊരു 6 മണിയാവുന്നതിന് മുന്നേ എണീറ്റിട്ടുണ്ടായി. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് നേരം അവളെയും കൊണ്ട് നടന്നു. പിന്നെയാണ് ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എൻ്റെ പൂക്കൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. ഇതിനിടയിൽ ഞാൻ ഭംഗിയായിട്ട് പൂക്കളത്തിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ കുളിച്ചു, റെഡിയായി വെച്ചാൽ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒരു സിന്ദൂരം ഇട്ടു. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇതിൻ്റെ ഫുൾ പിക്ക് ഞാൻ ഇടാം കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക. നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണും കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയേക്ക് അവളെ ഞാൻ ഉറക്കി കിടത്തിയേക്കായിരുന്നു. ഇപ്പോൾ അത് എണീറ്റു. അവൾക്ക് ഈ പാവാടയും ടോപ്പും സത്യം പറഞ്ഞാൽ കുറച്ച് ലൂസാണ്, എന്നാലും സാരില്ല, നമ്മൾ ഓണായതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താണ്. അപ്പം അമ്മ അവിയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താമ്മ ഇഷ്ടമല്ലേ? ഇത് ക്യാരറ്റും ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ടുള്ള ഇഷ്ടു. ഇത് കാളൻ. ഇതെന്താമ്മ? കൂട്ടുകറി. പയറുപ്പേര് നമ്മൾ ഇപ്പം അമ്മ താളിക്കാൻ പോവാണ്. കടുക് ഇട്ടു നമ്മൾ എണ്ണ ഒഴിച്ചിട്ട്. ഇത് ഇഷ്ടമാ? നമ്മളിതൊക്കെ കടുക് പൊട്ടിക്കാൻ പോവാണ്. ഈ കുക്കറിൽ നമ്മൾ പായസമാണ് വെച്ചിട്ടുള്ളത്. എന്ത് പായസം ഉണ്ടാക്കുന്നത്? പാലടയാ? പാലട പായസമാണ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ളത്. ഇത് കുക്കറിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ പിന്നെ കാണിക്കാം. എന്തായാലും ഇത് തുറന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മളിത് കാളൻ താളിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പയറുപ്പേരിയും ഇഷ്ടം കൂടെ തളിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആയി. പപ്പടം കാച്ചുന്നു. പപ്പടം ഈ പാത്രത്തിൽ ഇത്രയായിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് സാമ്പാർ. ഇതിൽ പപ്പടം കാച്ചി കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പാർ വറവിടാൻ പോവാണ്. നമ്മുടെ പായസത്തിൻ്റെ വിസിലൊക്കെ പോയി. കണ്ടോ? നമ്മൾ നല്ല പിങ്ക് കളറിലുള്ള പാലട പായസം റെഡി. ഇങ്ങനെ കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറേ സമയമെടുത്ത് എന്താ പറയുക, നമ്മൾ ഇളക്കി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കളറും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഓരോരുത്തരുടെ ഭാഗത്തിന് വേണമെങ്കിൽ കുറച്ച് കുറുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ല ഫ്രഷ് പശുമ്പാലാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പാലൊന്നുമല്ല, നല്ല ഫ്രഷ് പാലുകൊണ്ട് ഉണ്ടാക്കിയ നല്ല പാലട പായസം. നമ്മൾ കുടിക്കാനുള്ളതും എടുത്തു വയ്ക്കാനുള്ളതും സെപ്പറേറ്റ് ആക്കുകയാണ്. അപ്പോൾ 5:15 എണീറ്റിട്ട് പൂക്കളാണ്. ഞാൻ തന്നെയാണ് പൂക്കളം ഇട്ടത്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പൂക്കളം? ഇത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടാണ് പൂക്കളം തോന്നുന്നുണ്ട്, പക്ഷെ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ ഉമ്മറം. ഇവിടെ കുറച്ച് പൂ നമ്മൾ ഇലയൊക്കെ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് വെട്ടി വെച്ചിട്ടുണ്ടായി. അത് കുറച്ചേ എടുത്തുള്ളൂ. അതും ഇങ്ങോട്ട് എടുത്തിട്ടില്ല, അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായത്. എന്തായി വല്യച്ഛ അവിടുത്തെ പൂക്കളിടല്? കഴിയാനായാ?
ഇല്ലേ വരച്ചു കഴിഞ്ഞാ? ആ ആ ഓക്കെ ഓക്കെ. കണ്ടോ, നമ്മൾ 2 തരം ചെട്ടിപ്പൂവ്, അരളി പോലത്തെ റോസ് പൂവ്, പിന്നെന്താ നല്ല വയലറ്റ് കളറിലുള്ള ഒരു ചെട്ടി സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. പിന്നെ റെഡ് റോസ്, വൈറ്റ് ചെട്ടി, പിന്നെ വാടാർമല്ലി. ഇത്രയും പൂ വെച്ചിട്ടാണ് നമ്മൾ പൂക്കളിട്ടേക്കണേ. പൂക്കളം ഇഷ്ടമായോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അമ്മയുടെ കുട്ടിയാണോ? ഷെക്കിട്ട് മണിയാണോ? ആരെ അടുത്തുള്ള കുഞ്ഞുമണീനെ? ആരെടുത്തത്? എന്റെയാണോ? എന്റെ അടുത്തുണ്ടാ? ആണോ മോനെ? അപ്പോൾ അതാ വീട്ടിൽ 3 മലയാളി മങ്കമാർ റെഡി ആയിട്ടുണ്ട് വിത്ത് കുഞ്ഞുമണി. ഞാൻ മലയാളി മങ്ക ആയിട്ടില്ല, ഉണ്ണിയുള്ള കാരണം ഫീഡ് ചെയ്യേണ്ടതുകൊണ്ട് ഞാനൊരു ചുരിദാർ ഇട്ടേക്കണേ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇനി നമ്മൾ സദ്യ വിളമ്പാനായിട്ട് പോവാണ്. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ അമ്മുവിൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും പോവും. അമ്മയും കൂടിയിട്ട് സദ്യ വിളമ്പാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. പാത്രങ്ങൾ, സ്പൂണുകൾ. അടുക്കളയ്ക്കൊന്നും കുഴപ്പമില്ല, അമ്മ ഓണം കഴിഞ്ഞതല്ലേ, അപ്പോൾ അടുക്കള കുറച്ച് വൃത്തിയേടൊക്കെ ആയിട്ടിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇട്ടോ കുഴപ്പമില്ല, 4 ആളല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കറികളൊക്കെ കാണിച്ചു തരാം. ഇത് പപ്പടം, ഇത് ചിക്കൻ റോസ്റ്റ്, ഇത് കൂട്ടുകറി, കാളൻ, മറ്റേ നാരങ്ങാച്ചാറ്, ചോറ്, അവിയൽ, ഇഷ്ടു, പയറുപ്പേരി, ഇത് മറ്റേ ചിപ്സ്, പഴം പുഴുങ്ങിയത്, ശർക്കരവരട്ടി, പുളിഞ്ചി, ഇത് പാലട പായസം, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും. അപ്പം ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും സദ്യ കഴിച്ചു എന്ന് വിചാരിക്കണു. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ, കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. സൗണ്ട് കുറവാണ്. അങ്ങനെ ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിച്ചു. കുഞ്ഞുമണി എൻ്റെ ഇടയ്ക്കൊന്ന് ഉറങ്ങി, ഇപ്പം അവളെ എണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഉണ്ണിയും എൻ്റെ വീട്ടിലേക്ക് പോകും. അവരെ നമ്മളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരും. അമ്മു അവളെ വീട്ടിലോട്ടും പോകും. അവിടെ പിന്നെ ആൻറ്റി തനിച്ചായതുകൊണ്ട് അമ്മു നേരെ വണ്ടി എടുത്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഓണം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി ഓണം നമ്മുടെ വീട്ടിലാണ്. അപ്പം ഇനി അങ്ങോട്ട് പോയിട്ട് നാളത്തെ അവിടുത്തെ ഓണം എന്താണെന്നുള്ളത് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും നന്നായിട്ട് ഓണം കഴിച്ചു പൊളിക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും